ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറുപയറും കപ്പളങ്ങയും വെച്ചിട്ടുള്ള കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയ കഷ്ണം 2 കഷ്ണം പപ്പായ എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറുപയർ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം നമുക്ക് പയർ മാത്രമായിട്ട് വേവിക്കണം. പപ്പായ നമുക്ക് അതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ആദ്യം പയർ മാത്രം വേവിച്ചെടുക്കണം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പയർ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് പാകത്തിന് ഉപ്പും എരിവിനാവശ്യമായ പച്ചമുളകും അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കൊരു 3 വിസിൽ വരുന്നോടം വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കപ്പളങ്ങയൊക്കെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതും വേവിക്കാൻ വെക്കാം. അതിനുവേണ്ടി ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് വെള്ളം ഒഴിക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഇത് വെന്ത് വരുന്ന സമയത്ത് കറിക്ക് വേണ്ടി അരപ്പ് തയ്യാറാക്കാം. മിക്സി ജാറിലേക്ക് ഒരു 2 ചെറിയല്ലി വെളുത്തുള്ളി അരിഞ്ഞതും അതുപോലെ തേങ്ങ ഒരു 3 ചെറിയ കാന്താരി ഇല്ല, ഉണക്ക കാന്താരി, അതും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം, അരച്ചെടുക്കരുത്. അപ്പോൾ ഇവിടെ നമ്മുടെ കപ്പളങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഈ ഒരു വെള്ളത്തിൽ തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കുഴച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാവേ. ഇനി നമുക്ക് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് വെള്ളം വറ്റി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് എടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കറി ഓഫാക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലഞ്ചിൻ്റെ കൂടെയും ഡിന്നറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം. അപ്പോൾ ഞാനിവിടെ കറിക്ക് കടുകൊക്കെ താളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.